ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഈ മിനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എൻ്റെ ജീവിതം ഇത്രയും താറുമാറായി പോയത്. കാരണം അവിടെ അടുത്തേക്കും പുള്ളി ഞങ്ങൾ തീർത്തും പോകുകയും ചെയ്തു. വീട്ടിലേക്ക് നോക്കുക, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവിടെ ഇങ്ങനെ ദിവസം പോവോ, ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ പോവോ? മിനിയുടെ അടുത്ത് ദിവസം പോകുന്നത്. കാരണം അവിടെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ അവിടെ. അവളുടെ ഭർത്താവില്ലേ അവിടെ? ഭർത്താവുണ്ട്, അയാൾക്ക് കള്ള് മേടിച്ചു കൊടുക്കും അല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു. 3.5 വർഷം പിള്ളേര് വന്ന് അമ്മയപ്പൻ്റെ കൂടെയാണ്. നിങ്ങൾ എന്ത് സാഹചര്യത്തിലാണ് വീട്ടിൽ നിന്ന് പോയത്? എന്നെ തല്ലി എനിക്ക് എന്റെ മൂക്കിക്കൂടെ വായിക്കൂടെ ചോര വന്നു. ഈ മിനിയുടെ പ്രശ്നം പറഞ്ഞ് വീട്ടിൽ നിന്നും വഴക്കായിരുന്നു. അന്നേരം എനിക്കും പിള്ളേർക്ക് ചെലവിനൊന്നും തരാതെയായിരുന്നു പുള്ളി. അന്നേരം അമ്മ പറയും, ഇപ്പം ഞങ്ങൾക്ക് പ്രായമായിട്ടിരിക്കുകയാണ്, എപ്പോഴും ഇപ്പം നിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാൻ പറ്റും, പിള്ളേരും വളർന്നു വരികയാണ്, അതുകൊണ്ട് നിനക്ക് ഞങ്ങളിപ്പോൾ പണിക്ക് പോകാൻ പറയുമല്ലോ, എന്നാലും നീ നിന്നെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന എന്തെങ്കിലും പണിക്ക് പോകാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ ചിരട്ടയുടെ ഒരു കമ്പനിയായിരുന്നു. അവിടെ ചെന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ആഴ്ച പൈസ കിട്ടും. ആ പൈസ ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അങ്ങനെ പിന്നെ അവിടെ ബോധം കെട്ടി വീണിട്ട് കമ്പനിയിൽ നിന്ന് ഞങ്ങളുടെ സൂപ്പർവൈസർ പിന്നെ അവിടെ നിന്ന് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയും കൂടി അവിടെ നിന്ന് വണ്ടി വിളിച്ച് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അന്നേരം മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് എൻ്റെ ബോധം തെളിഞ്ഞു. ആ ഓട്ടോയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് മുരുകൻ്റെ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്പർ അറിയാൻ ചേച്ചി, ഒന്ന് വിളിച്ചാലും കിട്ടുമെന്ന്. പുള്ളി ഇപ്പം ഇങ്ങോട്ടേക്ക് വരാറൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നമ്പർ ഞങ്ങൾ വിളിച്ച് നോക്കാം ഇങ്ങനെ പറഞ്ഞു അവർ നമ്പർ മേടിച്ച് വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുരുകൻ ഇങ്ങനെ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ അശ്വതിയുടെ കണ്ണിൽ കമ്പി കയറി, അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞു. കൂടെ പോയി കാണോ? കുട്ടികളെ പോയി കാണാൻ പോകാറുണ്ട്. അടിച്ച് ബോധം കെടുത്തതിൻ്റെ കാര്യം എന്താ അശ്വതിയെ? അതെന്താ കാരണം? അത് ഈ മിനിയുടെ വിഷയം പറഞ്ഞിട്ടാണല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി തല്ലോളായിരുന്നു പറ്റും, ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമാണ്, ഇവർക്ക് രണ്ടുപേർക്കും പണിയെടുക്കാം. അല്ല പോലെ അറിയാം. ഇല്ല, എന്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ തെറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറയും, എന്റെ വീട്ടുകാരെ എന്നെ ഇപ്പൊ തെറി പറയാം, എന്റെ വീട്ടുകാരെ കൂട്ടി തെറി പറയാം. അന്നേരം ഞാൻ പറയും, എന്നെ എന്താ വേണം പറയാം, എന്റെ അമ്മേനെ അങ്ങനെയൊന്നും തെറി പറയാൻ പറ്റൂല എന്ന് പറയും. അന്നേരം നിന്റെ അമ്മേനെ അങ്ങനെ തെറി പറയാൻ നീ എന്നാ ചെയ്യൂടെ? ഞാൻ പറയും, എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരെ ആവശ്യമില്ലാതെ തെറി പറയേണ്ട കാര്യമില്ല, കാരണം എന്നെയാണ് വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. എൻ്റെ മകനെ പോലെ ഞാൻ അവനെ സ്നേഹിച്ചു. അതിനു മുമ്പൊക്കെ വലിയ സ്നേഹമായിരുന്നു നിങ്ങളോടൊക്കെ, വീട്ടുകാരോടൊക്കെ, എല്ലാവരോടും. അമ്മയോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. ശാന്തമ്മയോട്. അമ്മായിമ്മ എങ്ങനെയാ? അമ്മായിയമ്മ ആദ്യമേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സ്ത്രീയായിരുന്നു. അമ്മായിയച്ഛനും കുഴപ്പമില്ലായിരുന്നു, ഇവളെ അവർക്ക് ജീവനായിരുന്നു. അപ്പം മുരുകൻ സ്കൂളിന്റെ വാതൊക്കെ വണ്ടിയായിട്ട് നോക്കി നിൽക്കുക ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത്. അപ്പം അശ്വതിയോടെ കൊണ്ടുപോകാവുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് കൊണ്ടുപോകുക, കുഞ്ഞുങ്ങളോട് അവിടെ കൊണ്ടുപോകുക, ഇവരുടെ വീട്ടിൽ ചെല്ലുക ഒന്നും ചെയ്യരുത് അല്ല, മുരുകനാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളെയോ അല്ലെ ഇനി ഞങ്ങളെയോ തിരിച്ച് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമല്ലോ എന്നുള്ള പേടിയിലാണ് അതുവരെ ഞാൻ കൊണ്ടുപോകാതെ ഇരുന്നത്. പിള്ളേരെയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ ഇവരുടെ വീട്ടിലേക്ക് പോയപ്പം മുരുകൻ ഫോണിൽ കൂടെ വിളിച്ചു എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. എന്നെ പറയാനുള്ള അനാവശ്യം മുഴുവനും ആ പെണ്ണിനെ പറഞ്ഞു. അവൾ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ചെന്നപ്പം പറഞ്ഞു, അമ്മ എന്നെ പോലെ അളിയൻ വിളിച്ചു. അശ്വതി എവിടെയായിരുന്നു? അശ്വതി വീട്ടിലുണ്ട്. അന്നേരം അവര് പറയുന്ന, അമ്മച്ചി ഞങ്ങൾ അവിടെ വരുമ്പോഴത്തേന് അമ്മച്ചിയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അച്ചായി ഞങ്ങളെ കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളെ അച്ചായി കൊണ്ടുവരാത്തതെന്നാണ് അവര് പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, കാരണം അച്ചായി ഞങ്ങളെ നോക്കുന്ന അന്വേഷിക്കുന്നൊന്നുമില്ല. ഇപ്പം അച്ചാമ്മ അപ്പനും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അച്ചായി ഇപ്പം അമ്മച്ചോടുള്ള വാശിക്ക് ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്. ഈ അശ്വതിയുടെ സ്വഭാവത്തിൽ, അത് അമ്മായിമ്മയായിട്ടും ഭർത്താവുമായിട്ടുമുള്ള സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റണമെന്ന് ശാന്തമ്മ വിചാരിക്കുന്നുണ്ടോ? എന്ത് മാറ്റം വരണം അശ്വതിക്ക്? ഭർത്താവിനെ അനുസരിക്കണം, അവന്റെ കാര്യങ്ങളെല്ലാം നോക്കണം, മാതാപിതാക്കളെ എന്തോ ഇപ്പൊ നോക്കാറില്ല. ഇപ്പൊ നോക്കാറില്ല. അല്ല, മുന്നേ പണ്ടൊക്കെ നോക്കിയിട്ടുണ്ട്. 2014 ജൂലൈ മാസത്തിലായിരുന്നു. അന്നേരം അവർ പറഞ്ഞു സെപ്റ്റംബർ 5-ാം തീയതി അവർ ഹിയറിങ്ങിന് വെച്ചിട്ടുണ്ട്, അന്നേരം ഞങ്ങൾക്ക് ജഡ്ജിയായിട്ട് കയറി നിന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇനി ഇപ്പം ഇവിടെ കേസ് കൊടുക്കുമ്പോൾ ഒന്നേന്ന് തുടങ്ങണമല്ലോ എന്നോർത്ത് വീണ്ടും ഞങ്ങൾ അവർ പറഞ്ഞത് കേട്ടു. സാധാരണ നിങ്ങളാണ് അതിൽ ഒരു പെറ്റീഷണർ അല്ലേ? പരാതി നിങ്ങൾക്കാണ് അതിൽ ദുഃഖമുള്ളത് അല്ലേ? എഗ്രിമെൻ്റ് എന്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സ്നേഹമായിട്ടും പെരുമാറാണ് തീർച്ചയായിട്ടും ആ അമ്മയുടെ കൂടെ കുട്ടികൾ വരുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഒരു കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർ വന്നിട്ടില്ല, മറ്റേ കക്ഷികൾ വന്നിട്ടില്ല എങ്കിൽ എക്സ് പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ ഈ വരാത്തവർക്കല്ല അനുകൂലിക്കുക,
അതുകൊണ്ട് തള്ളിപ്പോകൊന്നും ഇല്ല. അവിടെ എവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. കോടതിയിലെ കേസ് തള്ളി മജിസ്ട്രേറ്റ് അതങ്ങനെ തള്ളില്ല. നിങ്ങൾ ഹാജരായില്ലേ? അപ്പോൾ ഇതൊരു സാങ്കേതികമായ ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങൾ ഹാജരാവുകയും മറ്റവർ ഹാജരാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു തള്ളിപ്പോക്കൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഒരു സത്യം. അത് നിങ്ങൾ അന്വേഷിക്കാത്തതിൻ്റെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്.